ആക്രിയായി കൊണ്ടുപോയി എന്നാണ് ആക്രി കച്ചവടക്കാരൻ പറഞ്ഞത്. ശരീരഭാഗങ്ങളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണിന്നുണ്ടായത്. മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന രോഗികളുടെ ശരീരഭാഗങ്ങളാണ് നഷ്ടമായത്. കേട്ടുകേൾവി പോലുമില്ലാത്ത സുരക്ഷാ വീഴ്ച മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പരിശോധനയ്ക്ക് സൂക്ഷിച്ചിരുന്ന ശരീരഭാഗങ്ങളാണ് നഷ്ടമായത്. ആക്രി ശേഖരിക്കുന്നയാൾ ഇവ മാറിയെടുത്തു എന്ന് പോലീസ് പറയുന്നു. ആക്രിക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊരു സംഭവം ആദ്യമാണെന്നും നിലവിൽ രോഗികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പാത്തോളജി ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ ലൈല രാജി എൻ പറഞ്ഞു. നമുക്കൊന്ന് കേൾക്കാം. അപ്പം എന്നും തിയേറ്ററിൽ നിന്ന് കൊണ്ടുവരുന്ന സ്റ്റാഫ് തന്നെയാണ് കൊണ്ടുവന്നത്. അത് കോളേജിൻ്റെ സൂപ്രണ്ടിൻ്റെ കീഴിലുള്ളവരാണ് കൊണ്ടുവന്നത്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫാണ്. അദ്ദേഹം 2 ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സ്പെസിമെൻ ഒരുമിച്ച് കൊണ്ടുവന്നു. പാത്തോളജിക്കുള്ളത് ഇവിടെ വഴിയിൽ ഇറക്കി വെച്ചിട്ട് മറ്റത് മൈക്രോബയോളജിയിൽ പോയിട്ട് തിരിച്ചു വരുന്നതിൻ്റെ ഇടയിൽ അത് കാണാതാവുകയും ചെയ്തത്. ഇത്തരമൊരു സംഭവം ഇതുവരെ ആയിട്ടില്ല. എല്ലാവരുടെയും സംശയം എന്ന് പറയുന്നത് സ്പെസിമെൻ ഇങ്ങനെ മിസ്സാകുന്നു, അത് ഏതെങ്കിലും തരത്തിൽ രോഗികളെ ബാധിക്കുമോ എന്നുള്ളതാണ്. കാരണം മിസ്സായിരുന്നെങ്കിൽ ബാധിക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ തിരിച്ചു കിട്ടിയത് കൊണ്ട് സേഫാണ് എല്ലാവരും. സുനുഷ എല്ലൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. 17 ശരീരഭാഗങ്ങളാണ് ആക്രി കച്ചവടക്കാരൻ കൊണ്ടുപോയത്. ആക്രിയാണെന്ന് കരുതിയത്രേ. അതിൽ എത്രയെത്ര മനുഷ്യരുടെ ഭാഗങ്ങൾ ഉണ്ടാവും എന്നാലോചിച്ച് നോക്കൂ. എത്രയെത്ര കുടുംബങ്ങളുടെ ആശങ്കകളാണ്. പത്തോളജി ടെസ്റ്റിന് കൊടുത്ത ശരീരഭാഗങ്ങളാണ് ഇപ്രകാരം ആക്രി കച്ചവടക്കാരൻ കൊണ്ടുപോയത്. സുനുഷ ചേരുന്നുണ്ട്. സുനുഷ, വല്ലാത്ത കഥയായിപ്പോയി അല്ലേ? അരുൺ, ഗുരുതരമായ വീഴ്ചയ്ക്ക് പിന്നാലെ തന്നെ അതിന് കാരണക്കാരനായ ജീവനക്കാരനെ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഹൌസ് കീപ്പിംഗ് വിഭാഗത്തിലെ ജീവനക്കാരനായ അജയ് കുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ. അന്വേഷണത്തിൽ തന്നെ കൃത്യമായി ഇയാൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ഏകദേശം ഒരു 10 മണിയോടുകൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിവിധ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ നിന്നും ശേഖരിക്കുന്ന സ്പെസിമെൻ 17 രോഗികളുടെ സ്പെസിമെനാണ്. ഈ സ്പെസിമെനുമായി പാത്തോളജി ലാബിലേക്ക് പരിശോധിക്കാനായി എത്തിയതാണ്. ഈ സ്പെസിമെനുമായി വന്ന കവർ അത് ഈ പാത്തോളജി ലാബിന് സമീപമുള്ള ഒരിടത്ത് വെച്ചുകൊണ്ട് ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ അടുത്ത സ്പെസിമെനുമായി മൈക്രോബയോളജി ലാബിലേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം വന്ന് ഇത് പാത്തോളജി ലാബിലേക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അവിടെ വെച്ച് പോയത്. പക്ഷേ ഈ സ്ഥലത്ത് വെച്ചത് കണ്ട മറ്റൊരു ആക്രിക്കാരൻ ഈ കവറും എടുത്തു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നാലെ തന്നെ പോലീസ് അന്വേഷിക്കുന്നു, ആക്രിക്കാരനെ കണ്ടെത്തുന്നു, സ്പെസിമെൻ തിരിച്ചു നൽകുകയും ചെയ്തു. മറ്റ് കേടുപാടുകളൊന്നും തന്നെയില്ല, രോഗികൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യവുമില്ല. പക്ഷേ ഗുരുതരമായ വീഴ്ചയാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 17 പേരുടെ സ്പെസിമെൻ, അതും ഒരു രോഗനിർണയം അടക്കം നടത്തേണ്ട, അവരുടെ ജീവനും ജീവിതവും അടക്കം ഇനി പരിശോധിക്കേണ്ട അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ ഇങ്ങനെ ഒരു വഴിയിൽ ഉപേക്ഷിച്ച രീതിയിലേക്ക് മാറിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത് അന്വേഷിക്കുകയും ഈ അന്വേഷണത്തിൽ കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. താങ്ക് യു. സുനുഷ എല്ലൂരാണ് നമുക്കൊപ്പം ചേർന്നത്. 17 ശരീരഭാഗങ്ങളാണ് പാത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആക്രി കച്ചവടക്കാരൻ കൊണ്ടുപോയത്. രോഗികളെ കൊണ്ടുപോകാഞ്ഞത് ഭാഗ്യം.